ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് ചപ്പാത്തിയുടെ നാണിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അഫ്ഗാനി ചിക്കൻ കോഫ്ത കറി അല്ലെങ്കിൽ ചിക്കൻ ബോൾസ് കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ 1/2 കിലോ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ബ്രസ്റ്റ് പീസും തൈ പീസും കൂടെ മിക്സ് ചെയ്ത് എടുത്തേക്കുന്നത്. തൈ പീസ് മാത്രം എടുക്കുവാണെങ്കിൽ ഒന്നും കൂടെ സോഫ്റ്റ് ആയിരിക്കും. ക്ലീൻ ചെയ്തതിന് ശേഷം 1/2 കിലോ ഉണ്ട്. അപ്പോൾ ഇത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിന് വെള്ളമൊക്കെ പോയിട്ട് വേണം എടുക്കാൻ. വെള്ളമയം അധികം കാണരുത്. അപ്പോൾ കുറച്ചിട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിടാം. പിന്നെ ചെറിയൊരു സവാള അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്, 4-5 ആയിട്ട്. 3 പച്ചമുളക് 2 ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില. ഇതിലോട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടാം. 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചതച്ച മുളക്, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ജീരകപ്പൊടി, ചെറിയ ജീരകത്തിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ ചാട്ട് മസാല. ഇതെല്ലാം സൂപ്പർ മാർക്കറ്റിലും കിട്ടും. ഇപ്പം നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ചേർക്കണ്ട. ഇതിലോട്ട് 4 സ്ലൈസ് ബ്രെഡിൻ്റെ പീസും കൂടെ ചേർക്കണം, സാൾട്ട് ബ്രെഡ്. അപ്പോൾ എൻ്റെ ബ്രെഡ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബ്രെഡ് ക്രംസ് എടുത്തേക്കുന്നത്. ബ്രെഡ് ക്രംസ് ആണെന്നുണ്ടെങ്കിൽ ഒരു 3/4 കപ്പൊക്കെ എടുക്കാം. ബ്രെഡ് ആണെങ്കിൽ നിങ്ങൾ ഈ സമയത്ത് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം കൂടി ഒഴിച്ച് കൊടുക്കാം. അതുപോലെ 1 ടീസ്പൂൺ ഉപ്പ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നിച്ച് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ചിക്കൻ 2 പാർട്ടായിട്ട് ഒന്ന് അരച്ചെടുത്താൽ മതി. ഇതെല്ലാം കൂടെ ഒന്ന് അരയ്ക്കണം. ഒരുപാട് അങ്ങ് പേസ്റ്റ് പോലെ അരയ്ക്കണ്ട, ചെറിയൊരു തരിയായിട്ട് ആ ഒരു രീതിയിലൊന്ന് അരച്ചെടുക്കാം. വെള്ളം ഒന്നും ഇട്ട് ഒഴിക്കരുത്. ഇതിപ്പോൾ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഇനി ബ്രെഡ് ക്രംസും കൂടി ഇട്ട് കൊടുക്കാം. നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ചിക്കനിലെ വെള്ളമൊക്കെ നല്ലതായിട്ട് കളഞ്ഞിട്ട് വേണം ഇതുപോലെ അരയ്ക്കാൻ. അല്ലെങ്കിൽ വെള്ളമായി പോയാൽ നമുക്കിത് ബോൾസ് പോലെ ആക്കിയെടുക്കാൻ പ്രയാസമായിരിക്കും. ഇതിപ്പോൾ നല്ലതായിട്ട് കുഴച്ചിട്ടുണ്ട്. ഇനി ഇത് ലെമൺ സൈസിൽ ഓരോ ബോൾസ് പോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. മീഡിയം ലെമൺ സൈസിൻ്റെയൊക്കെ വലിപ്പം. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇതിനൊരു അരപ്പ് തയ്യാറാക്കണം. മസാലയൊക്കെ ഒന്ന് വഴറ്റി. അപ്പോൾ പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതിന് വെളിച്ചെണ്ണയൊന്നും എടുക്കണ്ട, ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ എടുത്താൽ മതി. അപ്പോൾ എണ്ണ ചൂടാകുമ്പോൾ ഇതിലോട്ട് 3 ഏലക്കയും പകുതി പീസ് ജാതിപത്രി ഇട്ട് കൊടുക്കാം. ആ ജാതിക്കയുടെ തൊലി ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ സവാള അരിഞ്ഞ് ഇട്ട് കൊടുക്കണം. മീഡിയം സൈസിലെ 2 സവാള, അതുപോലെ 3 പച്ചമുളക്. ഇത് ആദ്യമേ കുറച്ചൊന്ന് വഴറ്റാം. ഇത് ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 10 കാഷ്നട്ട് ഇട്ട് കൊടുക്കാം. ഇതും കൂടെ ചേർത്ത് കുറച്ച് നേരം കൂടെ നടക്കാം. ഉള്ളിയുടെ നിറം കുറച്ചൊക്കെ ഒന്ന് മാറണം. ചെറിയൊരു ഗോൾഡൻ കളറൊക്കെ ആകാൻ തുടങ്ങുമല്ലോ, ആ ഒരു സമയം വരെ ഒന്ന് വഴറ്റാം. ഇതിപ്പോൾ ഉള്ളിയുടെയും കാഷ്നട്ടിൻ്റെയൊക്കെ നിറമൊക്കെ കുറച്ചൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ചെറിയൊരു ഗോൾഡൻ കളർ ആകാൻ തുടങ്ങുന്നുണ്ട്. ഇത്രയും മതി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊന്ന് ആറാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കാം. ഇതിപ്പോൾ ആറി കഴിഞ്ഞപ്പോൾ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ശകലം വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. ഒരുപാട് വെള്ളം വേണ്ട, 2-3 ടേബിൾ സ്പൂൺ മതി. നല്ലതായിട്ട് അരച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നല്ലതായിട്ടൊന്ന് ചൂടാക്കി കഴിയുമ്പോൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരളവിൽ 17 എണ്ണം ഞാൻ ഉരുട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ എണ്ണ കുറച്ചൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി മീഡിയം ഫ്ലെയിമിൽ വെക്കണം. ഓരോന്നും ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് നേരമൊക്കെ ഒന്ന് ഫ്രൈ ചെയ്താൽ മതി. ചെറിയൊരു ഗോൾഡൻ കളർ ആവണം പുറം ഭാഗമൊക്കെ, ഉള്ളധികം വേവരുത്. അതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ എടുക്കുന്നത്. ബാക്കി അത് ഗ്രേവി കിടന്ന് വേണം വേവാൻ, എങ്കിൽ ടേസ്റ്റ് കാണത്തുള്ളൂ. അപ്പോൾ ഓരോ സൈഡും കുറച്ചൊന്നായി കഴിയുമ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുത്ത് എല്ലായിടും ഒരുപോലെ ഒന്ന് കളർ മാറ്റിയെടുക്കണം. 3 മിനിറ്റ് കൂടുതൽ വേണ്ട. ഇതിപ്പോൾ ഏകദേശം ഒരു 3 മിനിറ്റൊക്കെ ആവുന്നുണ്ട്. നമുക്കിതെടുത്ത് മാറ്റാം. ഞാൻ ആ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലിൽ നിന്ന് 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 2 പീസ് പട്ട ഇട്ട് കൊടുക്കാം. 2 ഇഞ്ച് സൈസിൻ്റെയൊക്കെ 2 പീസ് പട്ട, ഒരു ബേ ലീഫ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു മൂത്ത മണമൊക്കെ വരുന്നുണ്ട്. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത്, അല്ലെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്താലും മതി. ഇത് പച്ചമണം ഒന്ന് പോകട്ടെ. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നിറം മാറിയിട്ടുണ്ട്, ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി നമ്മൾ ഈ അരച്ച് വെച്ചേക്കുന്ന പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ വെക്കണം.
ജാറ് ശകലം വെള്ളത്തിൽ കഴുകി അതും കൂടി ഒഴിക്കാം. 2 മിനിറ്റ് നേരം ഒന്ന് ഇളക്കാം മീഡിയം ഫ്ലെയിമിൽ. അപ്പോൾ ഇത് നല്ലതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ. ഇതിൻ്റെ എണ്ണയൊക്കെ നല്ലതായിട്ടൊന്ന് തെളിയുന്നിടം വരെ. ഇങ്ങനെ ഒരു 3 മിനിറ്റ് നേരമൊക്കെ വഴറ്റാം. ഇതിപ്പോൾ നല്ലതായിട്ട് വഴന്നിട്ടുണ്ട്, എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ വെക്കണം. ഇതിലോട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി ഉലുവയില ഉണങ്ങിയത്. അത് എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും. 2 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലൊന്ന് വഴറ്റി കൊടുക്കാം, പൊടികളുടെ പച്ചമണം ഒന്ന് പോകാൻ വേണ്ടി. എണ്ണ വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കാം, ഒട്ടും പുളിയില്ലാത്ത തൈര്. തൈരും കൂടെ ചേർത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലതായിട്ട് ഇതൊന്ന് മിക്സ് ആവട്ടെ. നല്ലതായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇടാം. വെള്ളം ഒരു 1/4 കപ്പൊക്കെ ചേർക്കാം. ഇപ്പം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് ലോ ഫ്ലെയിമിൽ വെക്കാം. അപ്പോൾ ഈ ബോൾസ് എല്ലാം ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/2 കപ്പ് ഫ്രഷ് ക്രീമും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് വേവിക്കണം. ഇനി ഒരു 10 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെക്കാം. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഒരു 12-13 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ശകലം മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലോട്ട് ചാർക്കോളൊന്ന് കത്തിച്ച് വെച്ച് കൊടുക്കണം, ഇതിനൊരു സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടി. ചാർക്കോൾ കത്തിച്ചിട്ടുണ്ട്. ഇച്ചിരി എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഒരു 10 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെക്കാം. ഫ്ലെയിം ഓഫിലായിരിക്കുന്നത്. 10 മിനിറ്റ് ആയിട്ടുണ്ട്, മാറ്റാം. നല്ല ടേസ്റ്റായിട്ടുള്ളൊരു കറി ഇത്. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചപ്പാത്തിയുടെയും നാനിൻ്റെയൊക്കെ കൂട്ടത്തിൽ സൂപ്പർ ടേസ്റ്റ് ചെയ്ത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ. താങ്ക് യു.